ഞാൻ ഡോക്ടർ രമേശ് നടരാജൻ, സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ്, കിംസ് ഹെൽത്ത്, തിരുവനന്തപുരം. ഈ ലോക ഹൃദയ ദിനത്തിൽ ഹൃദയാരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹൃദ്രോഗം, ഹൃദയാഘാതം തുടങ്ങിയവ ഒരു ജീവിതശൈലി രോഗം ആണ് എന്നും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ജീവിതശൈലി രോഗം? അപ്പോൾ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ മൂലമാണ് പലപ്പോഴും ഈ രോഗം ഒരു നല്ല ഭാഗം ആൾക്കാരിലും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് 80% 90% രോഗികളിലും ഈ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകാതെ നോക്കാൻ സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹൃദയാഘാതം ഉണ്ടാകുന്നത് പലപ്പോഴും ഈ ഹൃദയത്തിലെ പേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി രക്തധമനികൾ, അവയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി അതിൽ പെട്ടെന്ന് രക്തം കട്ട പിടിക്കുകയും അങ്ങനെ രക്തം ഓട്ടം തടസ്സപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ന് ഇരിക്കെ കാലാകാലങ്ങളായി ഈ കൊഴുപ്പും കാൽസ്യവും അടിഞ്ഞുകൂടി ബ്ലോക്കുകൾ ഉണ്ടാവുകയും അതുമൂലം നമ്മൾ എന്തെങ്കിലും കൂടുതലായി എഫർട്ട് എടുക്കുമ്പോൾ, കൂടുതലായി നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒരു കയറ്റം കയറുമ്പോഴോ കൂടുതൽ പടികൾ കയറി 2-3 നില കയറുമ്പോഴൊക്കെ ഹൃദയത്തിന് കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അതിന് വേണ്ട രക്തം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു ഈ ബ്ലോക്കുകൾ കാരണം. അങ്ങനെ വരുന്നത് മൂലം ആ രോഗിക്ക് ഈ തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവുകയും കുറച്ചു നേരം വിശ്രമിച്ച് കഴിയുമ്പോൾ ആ വേദന മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇത് ക്രോണിക് കൊറോണറി ഡിസീസ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ടവസ്ഥയും ഈ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ കാരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്കുകൾ വരാതിരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ ആഹാര രീതിയാണ്. അപ്പോൾ ആഹാരത്തിൽ നമ്മൾ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ആഹാരം, പഴവർഗ്ഗങ്ങളും മറ്റും കഴിക്കാതിരിക്കുക, പഞ്ചസാരയുടെ അളവ്, ഉപ്പിൻ്റെ അളവ് വളരെയധികം കൂടുതൽ ആവുക, അതുപോലെ ഈ ജങ്ക് ഫുഡ്സ്, അതായത് ഫാസ്റ്റ് ഫുഡ്സ്, ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഉപയോഗം മൂലവും അതുപോലെ റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ ഇതെല്ലാം ഈ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും ഇതുമൂലം ഈ ബ്ലോക്കുകൾ ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വയുടെ ഉപയോഗം ലിമിറ്റ് ചെയ്യുക, നമ്മൾ കുറച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും കഴിച്ചുകൂടാ എന്നല്ല, പക്ഷേ ഈ പറഞ്ഞ ഘടകങ്ങൾ നമ്മൾ കഴിയുന്നതും കുറയ്ക്കുക. കൂടുതൽ പഴവർഗ്ഗങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക, അരി ആഹാരം അതായത് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, പ്രോട്ടീനിൻ്റെ ഇൻടേക്ക് കൂടുതലാക്കുക. പിന്നെ നിരന്തരമായി ചെയ്യുന്ന വ്യായാമം അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഘടകം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അത് നിലനിർത്താനായിട്ട് ശ്രമിക്കണം. അതിന് ഏറ്റവും പ്രധാനം ആഹാരത്തിലുള്ള നിയന്ത്രണവും കൃത്യമായ വ്യായാമവുമാണ്. അപ്പോൾ ഇത് മൂലം തന്നെ ഒരു നല്ല പരിധി വരെ നമുക്ക് നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. പിന്നെ മറ്റ് ചില ശീലങ്ങൾ, പുകവലി, മദ്യപാനം തുടങ്ങിയവ വളരെ മൊത്തമായും നമ്മൾ ഉപേക്ഷിക്കേണ്ട രീതികളാണ്. അപ്പോൾ ഇവ നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. പിന്നെ മറ്റ് രോഗങ്ങൾ, അതായത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈ കൊളസ്ട്രോൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ രോഗങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ള മരുന്നുകളും അതിൻ്റെ നിയന്ത്രണവും, കൃത്യമായ പ്രമേഹ ചികിത്സയ്ക്ക് നമുക്ക് വേണ്ടത് ചിലപ്പോൾ ഇൻസുലിൻ വേണ്ടി വരാം, ചിലപ്പോൾ ഗുളികകൾ മാത്രം മതിയാകും. ഇതിന് ഒരു പ്രമേഹ ചികിത്സാ വിദഗ്ധൻ്റെ ഉപദേശത്തോടു കൂടി തന്നെ ഇവ നിയന്ത്രിച്ച് വയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിനെ ഒരു നല്ല പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഇത് വന്ന്
ഒരു പ്രാവശ്യം ഈ രോഗാവസ്ഥ വന്നു എന്നിരിക്കട്ടെ, അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഇത് വരാതിരിക്കാനുള്ള പല സ്റ്റെപ്സും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഹൃദ്രോഗ വിദഗ്ധൻ്റെ ഉപദേശത്തോടു കൂടി കൃത്യമായ അതിൻ്റെ മരുന്നുകൾ കഴിക്കുകയും ഈ ജീവിതശൈലി, ഈ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വരാതെ നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.